ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കുന്നത് കടല ഡ്രൈ റോസ്റ്റാണ്. അതിന് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കാലത്ത് എഴുന്നേറ്റ് അത് കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണ കടലയാണിത്. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ച് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി കയ്യിലുള്ളവർ കുറച്ച് എല്ലാം കഴിഞ്ഞ് അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇത് പെരിഞ്ചീരകം ഇല്ലാത്ത കാരണം, പൊടിയില്ലാത്ത കാരണം, പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇല്ലാത്ത കാരണം ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാതും കൂടി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തേക്കണമെന്ന്. അത് ഒരുവിധം മൂപ്പായി കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പാവട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയും ഒരുവിധം മൂപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വലിയൊരു സബോള ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഒരു ചെറിയ മെറൂൺ ബ്രൗൺ കളർ ആവണ വരെ സവോള വാട്ടിയെടുക്കണം. ആദ്യമായി കാണുന്നവർ, എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. കടലയിൽ കുറച്ച് ഉപ്പിട്ടുണ്ട്, പോരാത്ത ഉപ്പും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള എന്നിട്ട് നല്ലോണം വാടട്ടെ. ഒരു മൊരിഞ്ഞ പോലത്തെ ഒരു ചെറിയ കളറ് വരണം, മൊരിഞ്ഞ മെറൂൺ കളർ പോലത്തെ കളറ് വരണം. സവാള നല്ലോണം വാടിയിട്ടുണ്ട്, മൊരിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി ഒടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ നിറച്ചൊരു സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടണത് ടേസ്റ്റ് കൂടും. നിറച്ചാവാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം കൂടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതിട്ട് നന്നായി പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് പച്ചമണം മാറി വരണം. ഇത് ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടെ 1 സ്പൂൺ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നാളികേരക്കൊത്ത് വറുത്തിടാം. ഇവിടെ അങ്ങനെ നാളികേരക്കൊത്ത് വറുത്തിടുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നാളികേരക്കൊത്ത് ഇടാഞ്ഞ്. ഇതിൽ നാളികേരക്കൊത്ത് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. കൂടെ കടലേര കൂടെ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാൻ ഇടണില്ല, കാരണം ഇവിടെ താല്പര്യമില്ല നാളികേരക്കൊത്ത്. ഇത് നല്ലോണം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മസാലപ്പൊടിയിലും എല്ലാ മസാലപ്പൊടിയിലും പച്ചമണം മാറി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ച ഈ കടല ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടിയിട്ട്, അത് കടല വേവിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ സ്റ്റോക്കും വീത്തി കൊടുക്കാം. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് അതിൽ കിടന്ന് ഒന്ന് ഇതാവുമ്പോഴാണ് കടലയിലെ എല്ലാ മസാലയും പിടിക്കുള്ളൂ. അപ്പോൾ അത് വീത്തി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടലയിലേക്കൊക്കെ മസാല പിടിച്ചോളും. അങ്ങനെ നമുക്കിത് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നുണ്ട്. ഇപ്പോൾ ഒരുവിധമൊക്കെ വെള്ളം വറ്റി. ഇനി ആ മസാല ഒന്ന് കടലയും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടു. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഡ്രൈ ആയി കിട്ടും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ചപ്പാത്തി, പൂരി അങ്ങനത്തെ ഒക്കെ കൂടെ കഴിക്കാനും വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതേ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതേ വെള്ളമൊന്നുമില്ല. ഇതേ ഒരു നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നൊന്നും കൂടി ഡ്രൈ ആവും. കടലയായ കാരണം ഇരുന്ന് വെള്ളം വലിയും ഒന്നും കൂടി. അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം, കടല ഡ്രൈ റോസ്റ്റ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്.